ഹലോ പോസിറ്റീവ് സൂൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർഡ് നമ്പർ 1, ഈ ഒരു മോത്ത്, ഒരു ശലഭത്തെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1, 3 ഓഫ് ഫെദേഴ്സ് എനർജിയാണ് നമ്മളുടേത്. ഇന്നത്തെ ഒരു ക്ലെയർവോയൻ മെസ്സേജ് ആണ്. റീഡിങ്സ് ടോട്ടലി വ്യത്യസ്തമായിരിക്കും കാർഡ് ബേസിസിനെ സംബന്ധിക്കുന്നത്. കാർഡ്സ് ആർ ജസ്റ്റ് ഒരു ചൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. നിങ്ങളൊരു ക്രെയിനാണ് ഇതിൽ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു കൊക്കാണ് എങ്കിൽ കാർഡ് നമ്പർ 2, അതേപോലെ ഒരു ജിറാഫ് ആണെങ്കിൽ കാർഡ് നമ്പർ 3. സോ ഇന്നത്തേത് നിങ്ങൾക്കുള്ള ക്ലെയർവോയൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആലീസ് ഇൻ വണ്ടർലാൻഡ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റൊരു ലോകത്ത്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സങ്കല്പം, നിങ്ങളൊരു സ്വപ്നജീവിയാണ്, നിങ്ങൾ സ്വപ്ന ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചില ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് തീരെ മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോൾ അവർ മനസ്സിലാക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങളൊരു സ്വപ്നജീവിയാണെന്നോ, നിങ്ങൾ പറയുന്നതിലൊരു കാര്യമില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ ആളുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഒരു ക്ലെയർവോയന്റ് ആയിരിക്കാം. കാരണം ഇതില് നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ മറിഞ്ഞു പോകുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങൾ പെട്ടെന്ന് കാണുന്നുണ്ടാവും, എന്താണെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനധികം ഊന്നൽ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇൻഡ്യൂഷന്റെ കാര്യം പറയുന്ന പോലെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ എല്ലാവരിലും ഇൻഡ്യൂഷൻ ഉണ്ട്, പക്ഷെ ആരും തന്നെ അത് ഉപയോഗപ്പെടുത്തുന്നില്ല. പഴയകാലത്ത് ഒക്കെ നമ്മൾ സയൻസ് ഒക്കെ വളരുന്നതിന് മുമ്പ് ഇൻഡ്യൂഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ, ഗട്ട് ഫീലിംഗ് വെച്ചിട്ടൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. കാരണം അന്ന് ഫാക്ട്സ് ആൻഡ് സയൻസ് അതിൻ്റെതായിട്ടുള്ള ലോജിക്കോ റീസണിങ് ഇല്ലാത്ത കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് സയൻസിന്റെ ആ ഒരു മുന്നോട്ടേക്ക് സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സയന്റിഫിക് ആയിട്ട് മാത്രമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള ലെവലിലേക്ക് എത്തിയതുകൊണ്ട് ആ ഒരു കാര്യം പിന്നീട് അത് മാഞ്ഞുപോയി. പല ആളുകളും അത് ഉപയോഗിക്കാതെ ആയി. നമ്മൾ ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു ഹീലിംഗ് പവർ ഉണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഉള്ളിലൊരു 6th സെൻസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റാതെ പോയി എന്നുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ചിന്തകൾ കാറ്റ് പോലെ അല്ലെങ്കിൽ തൂവല് പോലെയാണ്, എവിടെയും പറന്ന് നടക്കുന്ന പോലെയാണ്. ആ ഒരു നിങ്ങളുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് ഒന്ന്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കില്ല. ചില ആളുകൾ നിങ്ങൾ അതീന്ദ്രിയ ജ്ഞാനമുള്ളവരായിരിക്കും, പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ദൈവത്തെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും ദൃഷ്ടാന്തങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ചില സാഹചര്യത്തെക്കുറിച്ച് ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ആ വ്യക്തി വളരെയധികം നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ വളരെ നിങ്ങളോട് ശാപവാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങൾ മറ്റാരുടെ അടുത്തെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ അവർ വിശ്വസിക്കില്ല. കാരണം ഈ പറയുന്ന അതേ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ സോഫ്റ്റായിട്ട്, വളരെ പക്വതയോടുകൂടിയും സോഫ്റ്റ് ആയിട്ടൊക്കെ പെരുമാറുന്ന വ്യക്തിയാണ്. നിങ്ങളോട് മാത്രം മറ്റുള്ളവർ കാണാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ പല കാര്യം നിഗൂഢത നിങ്ങളെ ചുറ്റിപ്പറ്റി കാണുന്ന, നിങ്ങൾ പറയുന്ന, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ എനർജി വളരെയധികം ഈ തൂവലുകൾ പോലെയാണ്, ഇങ്ങനെ പാറി നടക്കുന്ന എനർജിയാണ്. അപ്പോൾ സ്ഥിരത ലൈഫിലുണ്ടാകുക, സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചന്ദ്രനെ ആരാധിക്കുക, മൂൺ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്ലാരിറ്റി ജീവിതത്തിൽ ഉണ്ടാവേണ്ട അനിവാര്യത, നിങ്ങളുടെ എക്സ്പ്രഷൻസും മറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
ത്രൂട്ട് ചക്ര ചിലപ്പോൾ ബാലൻസ് ഇല്ലാതിരിക്കുന്നത് ഉണ്ട് എന്നുള്ളത്. അത് എക്സ്പ്രസ് ചെയ്യാൻ മാത്രമുള്ള എല്ലാ ചക്രാസിനും അതിൻ്റെതായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ത്രോട്ട് ചക്ര മാത്രമായിരിക്കില്ല അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളുടെ റൂട്ട് ചക്ര മുതൽ ബാലൻസ് അല്ല എന്നുള്ളത്. കാരണം നിങ്ങൾ സ്റ്റേബിൾ അല്ല, നിങ്ങളുടെ പല കാര്യങ്ങളിലും ഒത്തിരി കണക്ഷൻസ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇപ്പോൾ സേക്രൽ ചക്ര ബാലൻസ് ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ. അപ്പോൾ ചക്രാസ് ബാലൻസ് ചെയ്യാൻ പ്രത്യേകിച്ച് റൂട്ട് ചക്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുക. റൂട്ട് ചക്ര ബാലൻസ്, മൂലാധാര ചക്ര എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 1 സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. അതേപോലെ നെക്സ്റ്റ് നമ്പർ 2. ഇപ്പം നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പിക്ചറാണ്. നിങ്ങളുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം ഒരു മൗണ്ടനറിങ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു മല കയറുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള എനർജിയിൽ ഒരു വ്യക്തി മല കയറുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ അതിൽ പറയാം. ഒന്ന്, സോൾ പർപ്പസ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതം, സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര, നിങ്ങളുടെ നിയോഗം തിരഞ്ഞുള്ള യാത്രയാവാം. ഇതൊരു യാത്രയാവാം. അത് യാത്രയിലുടനീളം ഉണ്ടാകുന്ന ചലഞ്ചസും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നതാവാം. ചില ആളുകൾ ഇപ്പോൾ ഹിമാലയം സന്ദർശിക്കല്, അതികഠിനമായിട്ടുള്ള ഇടങ്ങളിൽ നിങ്ങളെ തേടി പോകുന്ന ഒരു സാഹചര്യം ആവാം. ഇവിടെ ടിബറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ബുദ്ധസന്യാസിമാരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ ഒക്കെ കാണിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കാം. ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഇത് ടോട്ടലി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. മറിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഇത് വരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. വലിയൊരു പർവ്വതത്തിന് താഴെ നിങ്ങൾ നിൽക്കണം. ആ പർവ്വതം മുഴുവൻ കടന്നിട്ട് വേണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനെന്നുള്ളൊരു ചിന്തയാവാം ഇത് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെ, നമുക്കൊരു ടാസ്ക്, ഒരു ജോലി ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ജോലി എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ചെയ്തു തീർക്കാൻ നാളുകളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. നമ്മൾ ആദ്യം തന്നെ അതിന്റെ അവസാനത്തിലേക്കാണ് നോക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. അങ്ങനെ അവസാനത്തിലേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ ആ ജോലി എപ്പോൾ ചെയ്തു തീർക്കും എന്നുള്ളതിനേക്കല്ല നോക്കേണ്ടത്. മറിച്ച് നമുക്ക് തരുന്ന ഒരു ജോലി, ആ ജോലിയിലെ ഫസ്റ്റ് എന്താണ് ആ ജോലി എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്നിട്ട് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ ജോലി തുടങ്ങേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുക, റിസർച്ച് നടത്തി ഇത് എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് പഠിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നേരെ നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഒത്തിരി ദൂരെ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം അങ്ങ് വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റെപ്പിലേക്ക് നോക്കുക. അവിടെ അത് കയറി കഴിയുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അതേപോലെ സ്നെയിൽ എനർജിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ടോട്ടോയിസ് എനർജി നമ്മൾ ചിന്തിക്കാം. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറയുന്ന ഒരു സാഹചര്യം. അതേപോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തടസ്സങ്ങളാണ് എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. തടസ്സങ്ങൾ എന്നുള്ള രീതിയിലല്ല, ചലഞ്ച് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു തരത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പർവ്വതം കടന്നു കഴിഞ്ഞാൽ എന്നുള്ളതിനെ ചിന്തിക്കുന്നതിന് പകരം അതിന്റെ മുകളിലെത്തുമ്പോൾ താഴത്തേക്ക് നോക്കുന്ന ആ ഒരു ഭംഗിയെ കുറിച്ചിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്ന വഴി, ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകുമ്പോൾ ഒരു ബോറിംഗ് ലൈഫാണ് നിങ്ങളുടേതെങ്കിൽ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ചില കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. ചില ആളുകൾ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇത്ര ശമ്പളം കിട്ടുന്നുണ്ടാവും. അപ്പോൾ മറ്റു കാര്യങ്ങൾ, ഉത്തരവാദിത്വമോ വീട്ടിലെ കാര്യം നോക്കുക, ഇതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യുന്നത്, ബില്ലുകൾ അടയ്ക്കാനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിലേക്ക് പോകുന്നതിന് ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു ഒരു കാപ്പി കുടിക്കുകയെങ്കിലും ചെയ്യുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം ആദ്യം തന്നെ നിങ്ങൾക്കായിട്ട് വാങ്ങിക്കുക. അതൊരു തെറ്റും ഒരു സാക്രിഫൈസും ഒന്നുമല്ല. ചില മാതാപിതാക്കൾ, മക്കൾ വീട്ടിലുണ്ടാകും, മക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും കഴിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥരാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇത് ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക.
കാരണം ചില ആളുകൾക്ക് അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, ആ ഒരു ചിന്താഗതി മാറാതെ. ആ ചിന്താഗതി ആദ്യം മാറ്റുകയും ചെയ്യാം. ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ഒരിക്കലും പശ്ചാത്താപത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇനി നമ്മൾ നമ്പർ 3യിലേക്കാണ് കിടക്കുക. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ജിറാഫാണ്. നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഗേൾ ആണ് കാണിക്കുന്ന, ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പൊ ഇവിടത്തെ എനർജി എന്ന് പറയുന്നത് ബാഹ്യ സൗന്ദര്യ സങ്കല്പത്തിൽ നിങ്ങൾ ഒത്തിരി, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, സൗന്ദര്യത്തിൽ മാത്രമല്ല, അതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തി വളരെ ഹാൻസം ആണ്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയുന്നത്. ആദ്യം കാണുമ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, പിന്നീട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് സ്വഭാവത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന നിങ്ങൾ എല്ലാ കാര്യവും ബാഹ്യമായിട്ട് എന്താണ് എന്നത് വെച്ചിട്ടാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. കാരണം ഇവിടെ പലപ്പോഴും പലരും പല കാര്യങ്ങളിൽ ബാഹ്യമായിട്ട് എന്ത് കാണുന്നു ആ ഒരു ഇത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങൾ പലയിടത്തും നിങ്ങൾ മറ്റുള്ളവരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ചില കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള പോലെ ഒരു വ്യക്തി ഒരു കാർ ഷോറൂമിൽ വന്നിട്ട് വലിയ നല്ല രീതിയിലുള്ള വസ്ത്രമൊന്നും അല്ല ധരിച്ചിരിക്കുന്നത്, കാറ് വാങ്ങിക്കാൻ വരുമ്പോൾ അവർ കളിയാക്കി വിടുന്നതും, പിന്നീട് തിരിച്ച് അതേ വ്യക്തി തന്നെ നല്ല ഡ്രസ് ഇട്ട് വരുമ്പോൾ അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. അതായത് നിങ്ങൾ ഒരിക്കലും നമ്മൾ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ദ കവർ എന്ന് നമ്മൾ പറയും. അതിന്റെ പുറമട്ടി നോക്കിയിട്ട് ആ ബുക്കിനുള്ളിൽ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുറവാണ് എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ ആളുകളെ പുറം ചട്ട വച്ചിട്ടാണ് ചിന്തിക്കുക. ഒരാളെ കാണുമ്പോൾ അതേ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ബാഹ്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരാളെ ജഡ്ജ് ചെയ്യാതിരിക്കാം. എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരും നല്ലവരാണെന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് ചിന്തിക്കാം. അതിനുശേഷം നിങ്ങൾ അവരായിട്ട് സംസാരിക്കുക, മനസ്സിലാക്കുക. മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലോകം എന്ന് പറയുന്നത്, ഈ ഒരു വേൾഡ് അല്ലെങ്കിൽ ഈ ഒരു കോസ്മോസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങളും ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ടുള്ള ഒരു ഡീപ്പർ കണക്ഷൻ ഉണ്ടാവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. ജീവിതം നിങ്ങൾ ആസ്വദിക്കുന്നില്ല പലയിടങ്ങളിലും എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്കൊരു ഗ്ലൂമി ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മൗനമാണ് എല്ലാത്തിലും, അല്ലെങ്കിൽ ഒന്നിലും പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തി ഇല്ലാത്തൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന അനിവാര്യതയുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വലിപ്പം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങളുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വലിപ്പം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ വളരെ ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു തരത്തിലൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അല്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ ഐ ഹാവ് എന്നുള്ള രീതിയിലുള്ള അഫർമേഷനുകൾ, അല്ലെങ്കിൽ അത് നിങ്ങൾ എന്നും പറയാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഈ സങ്കടമുള്ള പാട്ടുകളായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു ഭംഗിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം. പക്ഷെ അമിതമായിട്ട് അതിലേക്ക് പോകുന്നത് നിങ്ങൾ ഒത്തിരി ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒത്തിരി ബീറ്റ്സ് ഉള്ള പാട്ട് എന്നുള്ളതല്ല, മെലഡീസ് തന്നെ കേൾക്കാൻ സുന്ദരമായിട്ട് സന്തോഷം തരുന്ന പാട്ടുകളും ഉണ്ട്. അതുകൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഓരോ വ്യക്തിയും പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിലുള്ളത് നന്മ എന്താണോ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ചെയ്യുക. അതായത് ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ, കാരണം എല്ലാവരിലും നെഗറ്റീവ്സ് ഉണ്ട്, എല്ലാവരിലും പോസിറ്റീവ്സ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത്. ജിറാഫിന്റെ എനർജി തന്നെ പറയാം. ജിറാഫ് ചില കാട്ടിലെ ജീവികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ജിറാഫ് ഒത്തിരി പൊക്കമുള്ളത് കൊണ്ട് വലിയ മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ ഇല പറിച്ച് കഴിക്കാമെന്ന് പറയുന്നു. അതേസമയം തന്നെ ഒത്തിരി മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടയിലൂടെ ഓടുകയാണെങ്കിൽ അതിന്റെ കഴുത്ത് എവിടെയെങ്കിലും ഉടക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഒരു സിംഹം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആഫ്രിക്കൻ കാടുകളിലാണെങ്കിൽ അതിനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ മൃഗങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ അതിന്റെ
അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മൃഗമാണ് അത് പറയുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന എന്താണ്, നമ്മളെക്കാൾ നമുക്കില്ലാത്തത് മറ്റൊരാൾക്ക് കാണുമ്പോൾ അവർക്ക് അത് ഉള്ളത് കൊണ്ട് അവർ ഹാപ്പിയാണെന്ന് ചിന്തിക്കും. ആ ഒരു രീതിയിലാണ് നിങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ മറ്റൊരാളെ നിങ്ങളെ കണ്ടിട്ട് ചിലപ്പോൾ അസൂയപ്പെടുന്നുണ്ടാവും, കാരണം എന്ത് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് ചിരിച്ച് പുഞ്ചിരിച്ച് സുന്ദരമായിട്ടിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ സാഡ്നെസ് ആണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.